ജനുവരി 29 മുതൽ 31 വരെ വടകരയിൽ വെച്ച് നടക്കുന്ന CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്കും പതാക ജാഥയ്ക്കും ആവേശോജ്വലമായ സ്വീകരണം. പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ KP ബിന്ദു പതാക ഉയർത്തി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. ഇവിടെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ ആശയഗതികളും പ്രതിലോമ ശക്തികളുമെല്ലാം ജനവിഭാഗങ്ങൾ പുതുതായി കൂടുതലായി CPM-ന്റെ ഭാഗത്തേക്ക് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നതിനെ തടയാൻ, CPIM-ന്റെ വളർച്ച തടസ്സപ്പെടുത്താൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല ജാഗ്രതയോടെ തന്നെയാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, ഇന്നുയർന്നു വന്നിട്ടുള്ള മറ്റൊരു സവിശേഷത, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഒന്നായി ചേരുന്നു. എല്ലാവരും ഒന്നിച്ച് ഒരു മഹാസഖ്യമുണ്ടാക്കിയിട്ട് CPIM-നെ വേട്ടയാടാനും ഏത് വിധേനയും CPIM-നെ ദുർബലപ്പെടുത്താനും പരിശ്രമിക്കുന്നു.
CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ എങ്ങനെയും തകർത്ത് കേരളത്തിലെ ഇന്ന് കാണുന്ന നേട്ടങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ശത്രുവർഗം കൊണ്ടുപിടിച്ച് നടത്തി വരികയാണ്. എല്ലാവരും അതിന്റെ ഭാഗമായാണ് നിരക്കുന്നു. സംഘപരിവാർ, കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കോൺഗ്രസ് അതിനകത്തുണ്ട്. അധികാരം നഷ്ടപ്പെട്ട് 8.5 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന വെപ്രാളത്തിൽ തുടർന്ന് 3ാമത്തെ തവണയും ഇടതുപക്ഷം കേരളത്തിൽ വന്നാൽ തങ്ങൾ ഈ കേരളത്തിൽ എടുക്കാനും തൊടാനും അവശേഷിക്കില്ലല്ലോ എന്ന വേവലാതിയിലും ആശങ്കയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ലക്ഷണമൊത്ത തീവ്രവാദികളായ SDPIക്കാരെയും കൂടെ ചേർത്ത് മുസ്ലിം ജനസാമാന്യത്തെ പലവിധത്തിലും തെറ്റിദ്ധരിപ്പിച്ച് ഏകീകരിപ്പിച്ച് ഇടതുപക്ഷത്തിനും CPM-നുമെതിരായി കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും തൊഴുത്തിൽ തളച്ചിടാനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിവരികയാണ്. എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും സകലമാന കമ്മ്യൂണിസ്റ്റ് വിരോധികളും നാടിന്റെ ശത്രുക്കളും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി കേരള ഗവൺമെന്റിനെതിരായി ഈ മഹാസഖ്യത്തിന് അണിനിരക്കുന്നു. ദേശാഭിമാനിയും ജനയുഗവും ഒഴികെയുള്ള എല്ലാ അച്ചടി മാധ്യമങ്ങളും അതിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നുണ്ട്. കൈരളി ഒഴികെയുള്ള ദൃശ്യമാധ്യമങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ്. ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചാലും അതിനെയെല്ലാം ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങളുടെ കയ്യിൽ ദേശാഭിമാനിയും ജനയുഗവും മാത്രമേ ഉള്ളൂ പത്രങ്ങൾ എന്ന നിലയിൽ. ചാനലുകൾ 100,000 ഞങ്ങൾക്കെതിരാണ്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കൈരളി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിയുന്ന 1000 നാവുള്ള പ്രചാരകരായി ഈ നാട്ടിലെ യാഥാർത്ഥ്യബോധമുള്ള ജനങ്ങളെ ഞങ്ങൾ സജ്ജമാക്കും. ആ ജനങ്ങളുടെ കരുത്തുപയോഗിച്ച് ഇതിനെയെല്ലാം ഞങ്ങൾ നേരിടും. എല്ലാറ്റിനെയും ഞങ്ങൾ അതിജീവിക്കും. ആ ആത്മവിശ്വാസമാണ് 4501 ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെ, 252 ലോക്കൽ സമ്മേളനങ്ങളിലൂടെ, അതുപോലെ 16 ഏരിയ സമ്മേളനങ്ങളിലൂടെ, ഇതുപോലെ മറ്റ് ജില്ലകളിലെല്ലാം ആയിരക്കണക്കായ പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങളിലൂടെ ഈ മഹാപ്രസ്ഥാനം ആർജിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ താമോരാ. ആരത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ